വെറും 59 രൂപ മുടക്കി നമ്മുടെ കിസ്വെബിന്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ ലേണേഴ്സിന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പേജിൽ കാണാൻ സാധിക്കും. ജോയിൻ ചെയ്യൂ, ഈസിയായി ടെസ്റ്റിൽ വിജയിക്കൂ. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തേക്ക് റോഡുണ്ട്. നിർബന്ധമായും ഇടതുവശത്തേക്ക് പോവുക. ഇടതുവശം ചേർന്ന് സഞ്ചരിക്കുക. ഉത്തരം നിർബന്ധമായും ഇടതുവശത്തേക്ക് പോവുക. നിർബന്ധമായും അനുസരിക്കേണ്ട ചിഹ്നങ്ങൾ ഏതെല്ലാം? വൃത്തത്തിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ, ചതുരത്തിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ, ത്രികോണത്തിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ. ഉത്തരം വൃത്തത്തിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ആശുപത്രി മുന്നിലുണ്ട്. നിർത്തുക. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഉത്തരം നിർത്തുക. ഇൻഫോർമേറ്ററി അറിയിപ്പ് നൽകുന്ന ചിഹ്നങ്ങൾ ഏതെല്ലാം? ചതുരത്തിലുള്ളവ, ത്രികോണത്തിലുള്ളവ, വൃത്തത്തിലുള്ളവ. ഉത്തരം ചതുരത്തിലുള്ളവ. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ടി ജംഗ്ഷൻ, വൈ കവല, ശാഖാ റോഡുകൾ വലതുവശം ഇടതുവശം. ഉത്തരം ശാഖാ റോഡുകൾ വലതുവശം ഇടതുവശം. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തോട്ട് തിരിയാൻ പോകുന്നു. വാഹനം വേഗത കുറക്കാൻ പോകുന്നു. പുറകിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്നു. ഉത്തരം പുറകിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുന്നു. കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായിട്ടുള്ള വാഹനങ്ങൾ തമ്മിലുള്ള കൂടിയ ദൂരം 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ. ഉത്തരം 5 മീറ്റർ. റോഡിൽ കുറുകെ വരച്ചിട്ടുള്ള സീബ്ര ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനങ്ങൾ ഇവിടെ നിർത്തുക. ഇവിടെ വാഹനങ്ങൾക്ക് മുൻഗണന. കാൽനടക്കാർക്ക് റോഡ് ഇവിടെ മുറിച്ച് കടക്കാവുന്നതാണ്. ഉത്തരം കാൽനടക്കാർക്ക് റോഡ് ഇവിടെ മുറിച്ച് കടക്കാവുന്നതാണ്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം നിർത്താൻ പോകുന്നു. വാഹനം വലത്തോട്ട് തിരിയാൻ പോകുന്നു. വാഹനം വേഗത കുറക്കാൻ പോകുന്നു. ഉത്തരം വാഹനം വേഗത കുറക്കാൻ പോകുന്നു. മോട്ടോർ വാഹന നിയമം 112 വകുപ്പ് അനുസരിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. വേഗപരിധി ലംഘിക്കുവാൻ പാടില്ല. ടാക്സ് അടക്കാതെ വാഹനം ഓടിക്കരുത്. ഉത്തരം വേഗപരിധി ലംഘിക്കുവാൻ പാടില്ല. നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. കെട്ടിവലിക്കുന്ന വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ 20 കിലോമീറ്റർ, മണിക്കൂറിൽ 24 കിലോമീറ്റർ, മണിക്കൂറിൽ 32 കിലോമീറ്റർ. ഉത്തരം മണിക്കൂറിൽ 24 കിലോമീറ്റർ. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർത്തിയിട്ട് കാത്തു നിൽക്കുക. പോകുവാൻ തയ്യാറാവുക. വാഹനത്തിന് മുന്നോട്ട് പോകാവുന്നതാണ്. ഉത്തരം വാഹനത്തിന് മുന്നോട്ട് പോകാവുന്നതാണ്.
ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർത്താൻ പോകുന്നു, വേഗത കുറക്കാൻ പോകുന്നു, പുറകിലുള്ള വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ അനുവാദം നൽകുന്നു. ഉത്തരം നിർത്താൻ പോകുന്നു. ഇടമുറിഞ്ഞ വെള്ളരേഖയാണ് റോഡിലുള്ളതെങ്കിൽ വാഹനവീതി മാറ്റാൻ പാടില്ല. ആവശ്യമെങ്കിൽ വാഹനവീതി മാറ്റാവുന്നതാണ്. വേഗത കുറച്ച് പോവുക. ഉത്തരം ആവശ്യമെങ്കിൽ വാഹനവീതി മാറ്റാവുന്നതാണ്. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നോട്ട് പോകുവാൻ തയ്യാറാവുക, വാഹനം നിർത്തി കാത്തു നിൽക്കുക, വാഹനം നിർത്തുക. ഉത്തരം മുന്നോട്ട് പോകുവാൻ തയ്യാറാവുക. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓവർടേക്ക് ചെയ്യാൻ അനുവാദം നൽകുന്നു, വാഹനം വേഗത കുറക്കാൻ പോകുന്നു, വാഹനം ഇടത്തോട്ട് തിരിയാൻ പോകുന്നു. ഉത്തരം വാഹനം ഇടത്തോട്ട് തിരിയാൻ പോകുന്നു. വാഹനമോടിക്കുന്ന ആൾ കൈകൊണ്ട് കാണിക്കേണ്ട സിഗ്നലുകൾ എത്ര? 3, 4, 5. ഉത്തരം 5. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം മുന്നോട്ട് പോകാവുന്നതാണ്, വാഹനം നിർത്തിയിട്ട് കാത്തു നിൽക്കുക, വാഹനം നിർത്താൻ തയ്യാറാവുക. ഉത്തരം വാഹനം നിർത്തിയിട്ട് കാത്തു നിൽക്കുക. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം വലത്തോട്ട് തിരിയാൻ പോകുന്നു, വാഹനം ഇടത്തോട്ട് തിരിയാൻ പോകുന്നു, വാഹനം നിർത്താൻ പോകുന്നു. ഉത്തരം വാഹനം വലത്തോട്ട് തിരിയാൻ പോകുന്നു. ഈ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? കാൽനട യാത്രക്കാർക്ക് റോഡ് ഇവിടെ മുറിച്ച് കടക്കാം, സ്കൂൾ അടുത്ത്, വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഉത്തരം സ്കൂൾ അടുത്ത്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.